ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷി ലോകത്തിലേക്ക് സ്വാഗതം. നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഉറപ്പായും വെച്ചുപിടിപ്പിക്കേണ്ട പഴവർഗ്ഗ ചെടികളുടെ കളക്ഷനാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടാണ്. നമുക്ക് എളുപ്പത്തിൽ കൃഷിയാവുന്നതാണ്. പല കളറിലുള്ളതുണ്ട്. ഇത് പച്ച കളറിലാണ്. ഇത് പഴുത്ത് വരുമ്പോൾ ഒരു വയലറ്റ് കളർ, ആ ഒരു കളറാണ്. മഞ്ഞ നിറത്തിൽ പഴുക്കുമ്പോൾ ആകുന്നതും ഉണ്ട് കേട്ടോ. അങ്ങനെ പല നിറത്തിലുള്ള ഫാഷൻ ഫ്രൂട്ടുണ്ട്. ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ്, ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് നമ്മുടെ ഫാഷൻ ഫ്രൂട്ട്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് ഒരുപാട് ചിലവ് കുറയ്ക്കാൻ പറ്റും കേട്ടോ. നമ്മൾ സ്കോഷും കാര്യങ്ങളും ഒന്നും പുറത്തുനിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കേണ്ടി വരില്ല. അത് അത്യാവശ്യം വളമുണ്ടെങ്കിൽ ഇതുപോലെ നല്ല വലിപ്പത്തിൽ കിട്ടും. പഴുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് ഈ ഒരു കളറിലാണ് ആവുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത നമ്മുടെ ലൂവിക്കയാണ്. ലൂവിക്ക ഇവിടെ ഉണ്ടായി കിടക്കുന്നുണ്ടോ? ലൂവിക്ക തന്നെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. മധുര ലൂവി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വാങ്ങിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാരണ വലിപ്പമുള്ള ലൂവിയാണ്. ഇവരിത് വെട്ടിക്കളഞ്ഞിട്ട് ആ ഒരു കൊമ്പ് ഇങ്ങോട്ട് ഇങ്ങനെ മടങ്ങി വന്നിട്ട് അതുമേലാണ് ഈ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഉപ്പിലിടാം, അതുപോലെ തന്നെ അച്ചാറിടാം, വൈൻ കെട്ടാം. ഞാനിന്നിപ്പോൾ രാവിലെ അമ്മയെ വിളിച്ചപ്പോൾ അമ്മ പറയണേ ഞാൻ ലൊള്ളോളിക്ക നന്നാക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ അവിടെ ലൊള്ളോളിക്ക എന്ന് പറയുന്നത്. ലൂവിക്ക, ലൊള്ളോളിക്ക, പിന്നെ ലവ്ലോലിക്ക, പിന്നെ വേറെ വല്ല പേരും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ ഇത് അമ്മ പറഞ്ഞത് അമ്മ വൈൻ കിട്ടാനായിട്ട് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പല ഉപയോഗങ്ങളാണ് കേട്ടോ ലൊള്ളോളിക്ക കൊണ്ട്. നമ്മൾ കറിയൊക്കെ വെക്കാം ഇതെടുത്തിട്ട് ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ലൂവി. ലൂവി കുരുവിട്ടാണ് കേട്ടോ കിളിപ്പിക്കുന്നത്. 2 വർഷം കൊണ്ട് തന്നെ ഇത് കായ്ക്കും. വളരെ സിമ്പിളായിട്ട്, അധികം പരിചരണമൊന്നും വേണ്ട. നന്നായിട്ട് വെള്ളം, കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് എപ്പോഴും കായ്കളുണ്ടാവും. വീട്ടിലങ്ങനെയാണ് കേട്ടോ. ഇത് മെയിൻ ഒരു താരമാണ്. കാരണം പപ്പായ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗുണഗണങ്ങൾ ചില്ലറയല്ല. അപ്പോൾ ഇതിപ്പോൾ റെഡ് ലേഡിയുടെ ഇത് കുരു ഒരു ചെറിയ വ്യത്യാസം, പക്ഷെ എന്നാലും കുഴപ്പമില്ല. സൈസ് ഒരുപാട് ആവണേക്കുമ്പോൾ കായായി നല്ല നീളത്തിലുള്ള നല്ല ഫ്രൂട്ട്. നമ്മളുടെ അബിയു ഫ്രൂട്ടായ അബിയുമാണ്. ഇതുമേ നിറച്ച് കായ്കളാവുന്നുണ്ട്. ഇത് കണ്ട. അടുക്കള തോട്ടത്തിൽ നമുക്കൊരു മാവ് കൂടിയുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കറിക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങ കിട്ടും, പച്ചമാങ്ങ കിട്ടും, അതേപോലെ തന്നെ പഴത്തിനായിട്ടുള്ള പഴമാങ്ങയും കിട്ടും. അപ്പോൾ ഒരുപാട് പേര് പറയുന്നൊരു കാര്യമാണ് മാവിൻ്റെ തളിരിലകളൊക്കെ കരിഞ്ഞ് ഉണങ്ങിപ്പോകുന്നു എന്നുള്ളത്. ഇത് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ ആക്രമണം മൂലമാകാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ തളിരിലകൾ വന്നു തുടങ്ങുന്ന സമയത്ത് തന്നെ വെർട്ടീസിലിയം എന്ന ജീവാണു കീടനാശിനി നമുക്ക് തളിരിലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് വൈകുന്നേരം വേണം സ്പ്രേ ചെയ്യാനായിട്ട്. ഇലകളുടെ ആ ചുവപ്പ് കലർന്ന നിറം മാറുന്നത് വരെ നമ്മൾ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ വീട്ടുപറമ്പിൽ ഒരു നാരകം ഉണ്ടെങ്കിൽ നമുക്ക് വിഷമടിക്കാത്ത ശുദ്ധമായിട്ടുള്ള നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി കഴിക്കാം. നാരകം നടുമ്പോൾ അത്യാവശ്യം നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് നട്ടാൽ മാത്രമാണ് കായ്കൾ ഉണ്ടാവുക. മൂത്ത പേരയ്ക്ക കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണല്ലേ. ഞാൻ പഴുത്ത പേരയ്ക്ക കഴിക്കാറില്ല. മൂത്ത് വരുന്ന പേരയ്ക്കയാണ് കൂടുതൽ ഇഷ്ടം. കൂടുതൽ മൂത്ത് കഴിഞ്ഞാൽ വവ്വാലും അതേപോലെ തന്നെ കിളികളുമൊക്കെയാണ് കൊണ്ടുപോകാറ്. പേര ഇപ്പോൾ ധാരാളം ഇനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. മുന്തിരിപ്പേര, ചൈനീസ് പേര, സ്ട്രോബെറി പേര, കിലോ പേര, റെഡ് പേര, വയലറ്റ് പേര, അങ്ങനെ ഒരുപാട് പേരയുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ ഇനം പേരയുണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്തോളൂ. എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് പ്ലാന്റുകളാണ് നിങ്ങളെ ഇന്ന് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റുകളൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.